നല്ലൊരു ആഘോഷം നടക്കുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും രക്ഷാധികാരി എല്ലാവരും കൂടെ കസേര ഇരുന്ന് ആഘോഷം കാണണം. നമ്മൾ ഒറ്റക്ക് കിടക്കണത് എല്ലാം ചെയ്യണമല്ലോ അല്ലേ? ആ ഗണേശ, പനമ്പട്ടൊക്കെ ആവശ്യത്തിന് വെച്ചോ. സൈഡിൽ ഇരിക്കണതിന്റെ പാപ്പാനോടെ പാറ്റടിക്കല്ലേന്ന് പറയണേ. എന്റെ സുഹൃത്തെ ഉത്തരവാദിത്തോടുകൂടി ചെയ്. മൈക്ക് എടുത്ത് വെച്ച് ഇങ്ങോട്ട്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കൃത്യം 10 മണിക്ക് തന്നെ ബെല്ലി ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ബെല്ലി ഡാൻസ് ഉണ്ടോ? ബെല്ലി ഡാൻസ് അല്ലടാ, തെറ്റിപ്പോയതാ. ബെല്ലി ഇടാനുള്ള ചാൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഗംഭീരമായ വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്. വെടിക്കെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവരും അവിടെ ഇവിടെ ഇരിക്കുക കേട്ടോ. എന്റെ ചേട്ടാ, വെടിക്കെട്ടൊക്കെ കോടതി നിരോധിച്ചിരിക്കുക. ചേട്ടൻ മാത്രം ഇത് അറിഞ്ഞില്ലേ? ഞാൻ വെടിക്കെട്ട് കോടതി നിരോധിച്ചത് ചേട്ടൻ അറിഞ്ഞില്ലേ? ആണോ? ഒരു ഉത്സവമായിട്ട് വെടിക്കെട്ടൊക്കെ നടത്തില്ല. എങ്ങനെയാ പോയി ഒരു കാര്യം നമുക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് നടത്തിയേക്കാം. വെടിക്കെട്ട് അങ്ങനെയൊക്കെ നടത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെ നടത്താൻ പറ്റും. ഞാൻ പറഞ്ഞ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാൻ ആഘോഷിക്കാന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. എത്ര നാളെ കണ്ടിട്ട്. ഞാൻ 10-15 വർഷമായിട്ട് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലായിരുന്നു. എവിടെ ഇല്ലായിരുന്നു? ഞാൻ രാജസ്ഥാൻ. കോറി. ഇത് ഒന്ന് ഉറപ്പിച്ച് പറ, രാജസ്ഥാനിലായിരുന്നോ കൊറിയയിലായിരുന്നു? അല്ലെന്ന്, രാജസ്ഥാനിൽ കോറിയിലായിരുന്നു. മറ്റേ മാർബിളിന്റെ കോറിയില്ലേ, അവിടെ പണിക്ക് പോയതല്ലേ. 15 വർഷം ചേട്ടൻ അവിടെ ആയിരുന്നു രാജസ്ഥാനിൽ? ഞാൻ രാജസ്ഥാനിലായിരുന്നു. ഫാമിലി? അപ്പൊ ആ ഫാമിലി ഇവിടെ തന്നെ. ഞാൻ മാത്രം അവിടെ 15 വർഷമായിട്ട് അവിടെ ആയിരുന്നു. അപ്പഴേ ഈ ഉരുളി കിട്ടണ എവിടെയാ? ഉരുളി എന്ന് വെച്ചാൽ ഈ ഒട്ടുരുളി അതല്ലെന്ന്, ഈ നേർച്ച ഈ കുട്ടികളൊക്കെ ഇല്ലാത്തൊരു ഉരുളി കമത്തി കുട്ടികൾ ഉണ്ടാവുന്ന നേർച്ചയാണല്ലോ ഉരുളി കിട്ടണത്. അല്ല, അതിവിടെ കിട്ടും. അല്ല, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? കുട്ടികൾ രണ്ടുപേരും ഇപ്പം. അത് വേറെ രസം. മൂന്നാമതൊരു കുട്ടികളെ വേണമെന്ന് കുട്ടികൾ ഭയങ്കര ഒരു ആഗ്രഹം എനിക്കുണ്ടേ. കാരണം ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഉരുളി കമത്തി. അപ്പൊ ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു ഉരുളിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കമത്തി ഓർമ്മയോടെ ആവുകയാണെങ്കിൽ മൂന്നാമതൊരു കുട്ടി ഇവരുണ്ടും യോ ഉരുളി കമത്തിയതാണേലും ശരി, ചേട്ടനെ വാർത്ത് വെച്ചേക്ക പിള്ളേർ രണ്ടും. കേട്ടാ, ഇത് വാർത്തൊക്കെ വെച്ചേക്ക. പക്ഷേ കോൺട്രാക്ടർ വേറെ. 15 വർഷം അവിടെ. അല്ല, ഇത് അറിഞ്ഞോണ്ട് പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കുന്നത്? രാജസ്ഥാനിൽ കോൺട്രാക്ടർ മാറി എന്നുള്ളത് അതെ. ഈ മറ്റേ പിള്ളേർക്ക് കളിക്കാനും മറ്റേത് ഈ കാർണിവലിന്റെ മറ്റേ സംഭവം ആകാശ് ഊഞ്ഞാലും 4 വർഷമായി അവൻ ആശുപത്രിയില്ല. ആകാശേ ഊഞ്ഞാലെന്ന് വിട്ട് ആശുപത്രിയില്ല. അയ്യോ, അതല്ല പറഞ്ഞു. ഈ പിള്ളേര് കയറി കളിക്കണ സംഭവം ആരോട് പറയണേ? എന്നാ വേണ്ടേ? എന്നാ വേണ്ടെന്ന് വെച്ചോ പറ. നല്ല കാറാ, നല്ല കാറാ. മോക്കൊന്നും വേണ്ടേ? എന്നൊക്കെയായി എല്ലാം മേടിച്ചിട്ടുണ്ട് പിള്ളേര്. മതി മതി മതി. എത്രയായി? ഇതിപ്പം എല്ലാം കൂടെ 450 രൂപയായി. എത്ര? 450. ഇതന്നെ. ഇത് വേണ്ട. ഇത് അത് വേണ്ട. ഇത് ചുമ്മാ പിള്ളേരെ കൈകട കുത്തി കയറും. അപ്പം പോയിട്ട് 350 രൂപ. 350. എടാ, 2 കാറിന്റെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇത് വേണ്ടേ? അത് ഇനി കൂട്ടിക്ക് എത്ര? അപ്പൊ 250 രൂപ. 250. പിന്നെ പാവ എടുത്ത് കളിക്കാൻ കുഞ്ഞിപ്പിള്ളല്ലേ മാറിക്കോളൂ. വേണ്ടേ? വാങ്ങിച്ചു തരാം. ഇനി കൂട്ടിക്കളവ് എത്രയായി? ഇപ്പൊ അത് രണ്ടും കൂടെ 150 രൂപയുള്ളൂ. 150. നല്ലതാണോ? നല്ല കേട്ടോ, നല്ല കളർ നോക്കി, നല്ല കളർ നോക്കി. ആഴ്ചയിൽ ബാക്കി വാങ്ങിച്ചാൽ നമ്മൾ കുടിക്കും. കൂട്ടിക്ക് മൊത്തം 75 രൂപയുള്ളൂ. 75 രൂപ. കാണിച്ച നീ ഇങ്ങ് തന്നെ കൊടുക്ക. ഇപ്പൊ എത്ര മൊത്തം? എത്രയായി? രാജസ്ഥാൻ കോറി അല്ലേ? നാണമില്ല ചേട്ടാ. പിള്ളേര് മോനെ ഇത് പിടിച്ചോ. അതെന്നെ പണിയാ കാണിച്ചത്. അപ്പനായ ഞാൻ മോശമല്ല. ഞാൻ അവന് ഫ്രീ ആയിട്ട് കൊടുത്താ. അത് എന്റെ ഒരു സന്തോഷത്തിന് കൊടുത്താ. അതല്ല പൈസ തരണ്ട. അതല്ല പറഞ്ഞത്. 2 പിള്ളേർക്കും ഒരു കൊച്ചിന് മാത്രമായിട്ട് കൊടുത്താ മറ്റേ കൊച്ചിന് എന്നെ വിഷമം. ഒരു മനസാക്ഷി വേണ്ടേ മോളെ? രാജസ്ഥാൻ കോറി ചെല്ല്. അത് പിന്നെ ഈ പിള്ളേർക്ക് ഇവിടെ ഐസ്ക്രീം പിള്ളേർക്ക് എവിടെയാ? ഐസ്ക്രീം, ഭക്ഷണം, ഹോട്ടൽ എല്ലാം ഇതിലെ അങ്ങോട്ട് ഷൂട്ടിംഗ് അല്ല, സീരിയലിലേക്ക് ഇട്ടണം. മിന്നണ കണ്ടോ അങ്ങോട്ടോ? അവിടെ പോയി കാണാൻ. ഇങ്ങോട്ട് പോകും. മലരേ
ചോളമലരേ ചേട്ടാ മലര് വേണ്ട ചേട്ടാ ആ മലര് എത്രയാ 10 അത് ഞങ്ങൾ ഇപ്പൊ വാങ്ങിച്ചോളാം ഒന്ന് പിള്ളേരും കാണിച്ചിട്ട് തരട്ടെ മറക്കല്ലേ വാങ്ങിച്ചോളാം മലരേ മലരേ രഘു വരുന്നുണ്ട് എന്തായി പറയണത് പാടിയിട്ടല്ലേ ഞങ്ങൾ കുറച്ച് പാടിയത്. ഓ രഘു ജയിലിൽ നിന്ന് വരുന്നുണ്ടെന്ന്. അയ്യോ പ്രശ്നമാകൂല ഇത്. എന്താ ഈ രഘു എന്ന് പറയണതേ ഇവിടെ കഴിഞ്ഞ ഉത്സവത്തിന് ഈ ആഴ്ച വെച്ച് ഷാജി എന്ന് പറഞ്ഞ ഒരാളോട്ട് ഉടക്കി ഇവര് തമ്മിൽ കത്തിക്കൂത്തും ബഹളവും അടി ഇടിയും ബഹളം ഉണ്ടാക്കിട്ട് പോയതാ. ഈ ദിവസത്തിനാ ഞാൻ മന്നതെന്നറിയാം ഷാജിയായിട്ട് ഉടക്കാനാ. ഉത്സവം പൊളിക്കും. ഉത്സവം കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചു. ഉത്സവം പൊളിക്കും. കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചു, ഇപ്രാവശ്യം പൊളിയും. അയ്യോ ചേട്ടാ രഘു വരുന്നു ചേട്ടാ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ ചേട്ടാ കണ്ടിന്യൂ ചെയ്യും. ഇതെന്നാ ഇവിടെ ചെറിയ അയ്യോ ഞാൻ വിട്ടുപോയി. ഈ രഘു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഷാജിയായിട്ട് അടി ഉണ്ടാകും, കുത്തും കൊലപാതകം വരെ നടക്കാൻ സാധ്യത. ഉറപ്പാ ഉത്സവം മുടങ്ങും. ഉത്സവം ഇപ്രാവശ്യം മുടങ്ങും. അടി കണ്ടിട്ടില്ലേ? അതെ ആ ഒരു കാര്യം നമുക്ക് ഈ പിള്ളേർക്ക് അടി കാണാനുള്ള സൗകര്യം ഒന്ന് ഒപ്പിച്ചോളൂ. എന്റെ രാജസ്ഥാനെ നിങ്ങൾ സീരിയസ് മനസ്സിലാക്കുക. അവർ വന്നു കഴിഞ്ഞ പ്രശ്നമാണ്. പിള്ളേരെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്കും. ഉത്സവം പൊളിയോ, അതാണ് പ്രശ്നം. എടി അടി നമുക്കത് ആ അപ്പുറം മാറി കാണാം. വാ വാ ചേട്ടാ ഇരിക്കെ വരുന്ന വഴിയായിരിക്കും അല്ലേ? അല്ല പോകുന്ന വഴിയാ. വല്ലതും കഴിച്ചായിരുന്നോ? ഒരു ഗണപതി ഹോമം 2 പുഷ്പാഞ്ജലിയും കഴിച്ചു. ഇനി വല്ല കഴിക്കണോ? വേണ്ട. ഇനി വേണമെങ്കിൽ ഒരു രക്തപുഷ്പാഞ്ജലി ഉണ്ട്, അത് കഴിപ്പിക്കട്ടെ? വേണ്ട. ഏ? അല്ലേ ഇവിടെ ഒരു ഓന കമ്മിറ്റിക്കാരനുണ്ടായിരുന്നല്ലോ, അവൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാനേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നടക്കണ കാരണം ഭയങ്കര ഇതാ. ഷാജി ഇവിടെ വന്നോ? ഷാജി ഇവിടെ വന്നില്ല. വന്നാ ഇന്ന് വെട്ട് നടക്കും. ഇന്ന് വെട്ട് നടക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഘു, ദയവ് ചെയ്ത് കഴിഞ്ഞ വർഷം ഉത്സവം നിങ്ങൾ കൊളാക്കിയതാണ്. ദയവ് ചെയ്ത് ഈ വർഷത്തെ ഉത്സവം ദയവ് ചെയ്ത് ഉപദ്രവം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഈ ആലിന്റെ തറയിലിട്ടാണ് അവൻ എന്നെ അടിച്ചത്. മറക്കണോ ഞാൻ? മറക്കണോന്നോ? മറക്കൂല ഞാൻ. മറക്കണോ? എന്നമ്പിള്ളയുടെ ചെറിയൊരു എന്നമ്പിള്ളയുടെ വോയിസ് നേരെ എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം ജയിലിൽ കിടക്കുമ്പോൾ ജയിലിലെ കലോത്സവത്തിന് ഇത് അടിക്കാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നതായാലും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ചേട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഈ പ്രാവശ്യം ഉത്സവം ഞാൻ കുളമാക്കും. ഞാനാ പറയുന്നത്. നീ ആ സാബുമായിട്ട് അല്ല, സാബുല്ല അവന്റെ പേര് ഷാജിയായിട്ട് എന്തോ ഡിംബോളിക്കേഷൻ ഉണ്ടെന്നൊക്കെ. അയ്യോ അങ്ങനൊന്നും ഇല്ല അണ്ണാ. ഷാജിയണ്ണൻ വന്ന് മലര് ചോദിക്കും, ഞാൻ മലര് കൊടുക്കും, അത്രേ ഉള്ളു. അല്ല വേറെ ഒന്നുമില്ല. ഇല്ല, ഈ കരയിൽ ഇനി മലര് കൊടുക്കുന്നത് അത് എനിക്ക് മതി. മനസ്സിലായല്ലോ? എന്നാ ഒരു കടുപ്പത്തിലൊരു മുറുക്കാനും അവിടെ ഉണ്ടാവും കേട്ടോ. രഘുവിനെ എല്ലാവർക്കും പേടിയാണല്ലോ. എന്താ രഘുവിനെ എല്ലാവർക്കും ഭയങ്കര പേടിയാ. പേടി വേണം. വരും ഞാൻ. വേറെ ശല്യമൊന്നും ഉണ്ടാക്കല്ലേ പ്ലീസ്. പ്രശ്നമായി. ഇത് പ്രശ്നമാകും. ഇതിപ്പോ വേറെ കാര്യമുണ്ട്. ഷാജി കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉത്സവം കൊള്ളാകും. ഉറപ്പല്ലേ? ഷാജി ഇതിലെ നടപ്പുണ്ട്. എന്താ ദൈവമേ എന്നെ ഷാജി വരുന്നുണ്ട്. എന്തിനാണ് ഈ പറയണത്? ഇങ്ങനെ പറയണ പറഞ്ഞ് പേടിച്ചു പോകുന്ന എന്താ പ്രശ്നം? ഷാജിനെ കണ്ട് പേടിച്ചിട്ട് വിറക്കണാണ്. അവൻ കത്തിയും കേടാരിയായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഷാജിയാ? ഓക്കെ ഒരേ താരിപ്പ ഞങ്ങള്. അറിയാം, ഞാനൊരു ഗോസിപ്പ് കേട്ടല്ലോടാ. എനിക്ക് ഒരു കുഴപ്പമില്ല, എത്ര വേണേലും സോപ്പിട്ട് തേച്ചോ. ഗോസിപ്പ്, കിംവദന്തി, കിംവദന്തി. അതാണോ ഉദ്ദേശിച്ചേ? എനിക്ക് ടെൻഷൻ കിംവദന്തി. മനുഷ്യനും മനസ്സിലാവാത്ത ഭാഷകളോടാ. എന്താ 6 കിംവദന്തി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ചോദിക്കാൻ പറഞ്ഞോട് ഷാജി. കഴിഞ്ഞ ഉത്സവത്തിന് രഘു വന്ന് നിങ്ങൾ തമ്മിൽ പ്രശ്നമായിരുന്നു. ദയവ് ചെയ്ത് പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കരുത്. ഉത്സവം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി. ഭംഗിയായിട്ട് നടക്കാനല്ല, അവനെ ഞാൻ വെട്ടി കണ്ടിച്ച് ഇവിടെ ഞാൻ പീസ് ആയിട്ട് ഇവിടെ ഇറച്ചിക്കാൻ നടത്തും. അതുപോലത്തെ പണി ഞാൻ ചെയ്യും. എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുമല്ലോ മനുഷ്യൻ? ഒരു കാര്യം ഞാൻ പറയാം.
എന്താ നോക്കിക്കണം ഒരു സോഡ എടുക്ക്. എടാ, എടാ, എടാ. ഈ രഘുവിനെ എനിക്കൊരു പേടിയില്ല. ഈ രഘു എന്ന് പറയുന്ന ആളെ എനിക്കൊരു പേടിയില്ലാത്തൊരു മനുഷ്യനാണ് ഈ ഷാജി. ഗ്യാസ് പോയതാ. കണ്ടു പറ്റിപ്പോയത് അങ്ങനെ വന്നതാണ്. പ്ലീസ് ഉപദ്രവിക്കരുത്. ഒരു ഉപദ്രവമില്ല. അവനൊക്കെ കൂടി നാറ്റിക്കാൻ. ഇനി ഇവിടെ അവൻ വന്നു കഴിഞ്ഞാൽ വെട്ടി കണ്ടിച്ച് ഞാൻ ഇവിടെ പീസ് ചേട്ടാ സോഡ, സോഡ. ഈ അസുഖമുള്ളതെന്ന് അറിയാൻ എന്നിട്ട് പിന്നെ അവൻ സോഡ. ഇത് രഘു അറിഞ്ഞ് പ്രശ്നം പ്രശ്നമല്ലേ രണ്ടുപേരും സ്പോട്ടിലുണ്ട്. പ്രശ്നമാകും ഉറപ്പാ. പക്ഷെ എന്ത് ചെയ്യുമെന്നുള്ള ഒന്ന് അടി കഴിഞ്ഞു. എന്റെ രാജസ്ഥാനെ ഒന്നും പറയണ്ട. അവര് രണ്ടുപേരും കൂടെ വന്നിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഏരിയയിലുണ്ട്. ഇവിടെ അല്ല അടി നടന്നോ? അടി നടന്നില്ല. നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്ക്. ഈ പിള്ളേരെ വിളിച്ച് വാങ്ങിക്കണ്ടേ പെട്ടെന്ന് വാങ്ങിട്ട് പൈസ തന്നില്ലേ കൈ നിറയെ? 30 രൂപയ്ക്ക് എന്താ വാങ്ങിക്കാനാ? അപ്പൊ പൈസ കൂടി പോയാലും പ്രശ്നം. അവർക്ക് 30 രൂപ കൊടുത്ത് 30 രൂപ സാധനം വാങ്ങിച്ചോ. മൊത്തം ചെലവാക്കണ്ടേ? ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഗംഭീര വെടിക്കെട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എടി വെടിക്കെട്ടുണ്ടെന്ന വെടിക്കെട്ടുകൾ നമുക്ക് കണ്ടു പോവാം. ഷാജിയും ഒരുമിച്ച് വരുന്നുണ്ട്. അയ്യോ എന്റെ ദൈവമേ, രണ്ടുപേരും എത്തിയാ? ഇതിനകത്ത് ഈ പുള്ളി ജയിക്കുക. കാരണം എന്താ പറയുക, ഒരു പടക്കം പൊട്ടിപ്പോ ഈ പുള്ളി പേടിച്ചോ. പക്ഷെ ഈ പുള്ളി ഉണ്ടോ നല്ല പുല്ല് പോലെ നിൽക്കണ. ഈ പുള്ളി നിന്നെ ഇവിടെ ഇട്ട് നീ ഓർക്കണ്ടോ? ഈ ആലിന്റെ ചോട്ടിലിട്ട് എന്നെ നീ അല്ല ഞാനും തല്ലി. അങ്ങനെ രണ്ടുപേരും കൂടി തല്ലുകൂടി ഒരു കാരണമില്ലാതെ ഇവിടെ നിന്നെ ഇന്ന് ഞാൻ ചോര പുഴ ഒഴുക്കും കേട്ടോ. നിന്നെ ഞാൻ പൂളൂടാ. പുഴ ഞാനാ മൂവാണ്ട മാങ്ങയാണോ മൂവാണ്ടോ നീലാണ്ടോ നിന്നെ ഞാൻ പൂളും. നിന്നെ പൂളം. നീ ധൈര്യമുണ്ടെങ്കിൽ എന്നെ തൊടും. നീ തൊടാം. നീ വാ ഇവിടെ വാ. കളത്തിൽ വാ. നീ എന്നെ തൊടും. കത്തിക്കള അടിക്കേ. നീ എന്നെ തൊടും. നീ എന്നെ പിള്ളേരെ കാണാൻ വേണ്ടി എന്റെ ഈ മാംസത്തിൽ നീ തൊടും. നീ തൊടാ. നിങ്ങൾ അടിക്കുവാണെ അടിക്കാവേ. നീ തൊടാ. നീ തൊട്. പിള്ളേര് കാണാൻ നീ ഒന്ന് തൊട്ടെ. നിനക്ക് ധൈര്യമില്ലാത്തോണ്ടാണ് നീ സംസാരിക്കണം. നീ തൊട്. ധൈര്യം ഉണ്ടോ? തൊറാവേ അവൻ പറഞ്ഞില്ലേ. പോകാനും പറ്റില്ല. അമ്മ നമ്മളെ അടിയാന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ അടിവെക്കി വീട്ടിൽ പോകാൻ നോക്കി. ഞാൻ പോകുന്ന അമ്മ അടിവെക്കാൻ ഈ പിള്ളേർക്ക് ഉത്സവം കൂടാൻ നീ തൊടാ തന്നെ. നീ എന്നെ തൊടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ തൊടാ. നീ തൊടാടാ. നീ അങ്ങോട്ട് പോ. വെല്ലുവിളിക്കല്ല ആൾക്കാർ വന്നിട്ട് ഉത്സവം കൂടാൻ പറഞ്ഞേ. നീ അടിക്കടാ. നീ അടിക്കാം. നിനക്കെന്നാ വേണ്ട? നിനക്കെന്നാ വേണ്ട? എന്നെ അടിക്കുവാ. നീ രാജസ്ഥാനി ഞാൻ ചുമ്മാ എടാ പാറ പൊട്ടിക്കണ കൈയാണോ? പാറ പൊട്ടിക്കണ കൈ. പാറ പൊട്ടിക്കണ കൈയാണോ? അടിക്കരുത്. ഇങ്ങോട്ട് എന്നെ വീഴ്ച അടിക്കും. നീ അടി ഉണ്ടാക്കരുത്. നിങ്ങൾ വെറുതെ പറയണേ. മാറി നിങ്ങൾ മാറിക്കുന്നത്. അല്ലല്ല ഇവിടെ കഞ്ഞി അടിച്ചു. നീ അടിക്കുന്നു. മാറി ഉത്സവം അല്ലല്ല, ഒരു കാര്യം ഞാൻ പറയാം. നീ എന്നെ രണ്ട് കൂടുതൽ വലിയിട്ടുണ്ട്. അടുത്ത വർഷം ഇവിടെ ഉത്സവം ഉണ്ടെങ്കിൽ ഞാനിവിടെ കമ്മിറ്റിക്കാരനാണെങ്കിൽ ഈ കൊടിമരത്തിന്റെ ചോട്ടിട്ട് നിന്നെ അടിച്ചിരിക്കൂടാ. എന്നാ ഈ അടുത്ത ഉത്സവത്തിന്
എന്റെ പിള്ളേരെവിടെ പിള്ളേരും പെണ്ണുമ്പിള്ളേരും സാക്ഷി നിർത്തി ഞാൻ പറയാ ഈ കൊടിമരത്തിന്റെ ചോട്ടിലിട്ട് നിന്നെ തല്ലി പദം വരുത്തില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കോ പൂച്ചക്കോ കാക്കിക്കോട്ടോ. നമുക്ക് കാണാടാ. കാണാം. പാടിക്കൂടെ? രഘു ഇതെന്നടാ ഇവിടെ സംഭവിച്ചത്? ഇതാരാ ഇന്നിവിടെ അടി ഫിക്സ് ചെയ്തായിരുന്നു? നമ്മള് ആരാ അടി കൂടിയത്? അവര് ആർക്കാ അടി കിട്ടിയത്? നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കിട്ടാനുള്ളത് ശങ്കരൻ നായരുടെ കടയിൽ നിന്നാലും കിട്ടിയിരിക്കും. Comedy Masters.